ഇവിടെ നിന്ന് പോകാൻ സമയമായി. അമ്മയും കുട്ടിയും യാത്ര പറയുന്നു. ഞാനിപ്പോൾ കാട്ടിലാണ്. ഇവിടെ ഒരു പാമ്പ്, ഒരു പഴം കിട്ടി. ഹായ്, ദേ ഒരു മുയൽക്കുട്ടി. ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവനെ വളർത്താൻ പോവാണ്. കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവനെ തട്ടി ഫൂഡാക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനെ ഞാൻ തട്ടി മക്കളെ. സർവൈവ് ചെയ്യണ്ട ഈ കൊടുങ്കാട്ടിൽ. എന്റെ കഷ്ടകാലത്തിന് വീട് വിട്ട് ഇറങ്ങാൻ തോന്നിയത്. വീട്ടിലായിരുന്നേ 4 നേരം കഴിക്കാൻ കിട്ടിക്കൊണ്ടായിരുന്നതാ. കഷ്ടകാലം അല്ലാതെ എന്തു പറയാനാ. ഊനിമേ കുരു എന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ ഭഗവാനെ. ഇത് വല്ല പ്രളയവും ഇനി ഉണ്ടാകുമോ ഭഗവാനെ? എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അയ്യോ, ഇനി ഒരു വ്ളോഗ് എടുക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ എന്നറിയില്ല മക്കളെ. ജീവനുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ ദാ പോണേ. അയ്യേ, ഇടുക്കി ഡാം പൊട്ടി, വെള്ളം വരുന്നു. ഓടിക്കോ, എല്ലാരും ഓടിക്കോ. ഡോണ്ടേ, ആരൊക്കെയോ ഒഴുകി പോകുന്നു. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആണോ, നിങ്ങൾ മനുഷ്യർ ചെയ്ത തെറ്റിന് അനുഭവിക്കുന്നത് നമ്മളാണ്. ഇത്രയൊക്കെ അനുഭവിക്കാൻ എന്ത് പാവമാണ് നമ്മൾ ചെയ്തത്. സഹോദര, ഈ ദുരന്തത്തിൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം തകർത്തുപോയി. ഞാൻ കാൽനടയായി വന്ന് ഇവിടെ എത്തിയതാണ്. ഇനി എവിടെ പോകുന്നു അറിയില്ല. Oh God, what will happen now? All this water is going to the Mullaperiyar Dam. I don't know if that dam has the capacity to hold that much water. മഹാപാവികളെ, ആരാടാ ഈ നെറികേട് ഈ പാവം മിണ്ടാ പ്രാണിയോട് കാണിച്ചത്? ഈ അരും ക്രൂരത ചെയ്ത നിനക്കൊക്കെ ഈ പ്രകൃതി തന്നെ ശിക്ഷ തന്നോളും. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ. നോക്കടാ, നിന്റെയൊക്കെ ആളുകൾ ചെയ്തു വെച്ചിട്ട് പോയ പ്രവൃത്തി. ഈശ്വര, സഹിക്കാൻ പറ്റുന്നില്ല ഈ കാഴ്ച. കാണടാ, കാണ്. കാട് വിട്ട് നാട്ടിലിറങ്ങുന്നു എന്നല്ലേ നിന്റെയൊക്കെ പരാതി. ഇതിനൊക്കെ എതിരെ വാ തുറക്കോ നീയൊക്കെ? ദുഷ്ടന്മാരെ, ഈ ക്രൂരതയ്ക്ക് നിന്നോടൊക്കെ പ്രകൃതി ചോദിക്കും. കരുതിയിരുന്നോ? സുഹൃത്തുക്കളെ, ഞാനിന്ന് നമ്മുടെ ഇടുക്കി ഡാം കയറാൻ പോവുകയാണ്. പറ്റുമോയെന്നറിയില്ല, എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. സുഹൃത്തുക്കളെ, ഇത് ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല കേട്ടോ. നല്ല വഴുക്കലുണ്ട്. താഴെ വീഴുമോന്നറിയില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ മുകളിലെത്തി. ചില്ലറ കഴപ്പൊന്നുമല്ല എനിക്ക്, എന്നാലും ഈ വ്യൂ അടിപൊളിയാണ്. പക്ഷേ ആരും ട്രൈ ചെയ്യേണ്ട, ഇതൊരു റിസ്ക് തന്നെയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ മുകളിലെത്തി. ചില്ലറ കഴപ്പൊന്നുമല്ല എനിക്ക്, എന്നാലും ഈ വ്യൂ അടിപൊളിയാണ്. പക്ഷേ ആരും ട്രൈ ചെയ്യേണ്ട, ഇതൊരു റിസ്ക് തന്നെയാണ്. ഈ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. പെണ്ണുങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഐഫൽ ടവർ ആണ്. പെണ്ണുങ്ങളും കൊള്ളാം. നമുക്ക് ഇതൊക്കെ അല്ലേ ഒരു എന്റർടൈൻമെന്റ്. സാഹസമില്ലേ ജീവിതം? അല്ല മോനെ, ഇത് നടക്കുമോന്ന് എനിക്കും അറിയില്ലായിരുന്നു. പറ ഗൈസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ നല്ല മഴയെ ഡാം ലീക്ക് ആയി തുടങ്ങി. ഞാൻ കാട് കയറാൻ പോവാ. കിട്ടിയത് പെറുക്കി വരാൻ നോക്ക്. ചേട്ടാ, ഒരു ചായയും പഴംപൊരിയും കിടിലിനായിരിക്കണം. രതീഷ്, എഴുന്നേക്ക് രതീഷ്. എത്ര ദിവസമായി ചില്ലും കൂട്ടി കിടക്കുന്നു. ഹലോ ഗായ്സ്, തൃശൂർ പൂരത്തിന് ഇപ്രാവശ്യം ദിനോസറുകളെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങളുടെ സ്വന്തം കൊണ മീഡിയയിൽ നിന്ന് ജനഗീതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഭാസ്കരൻ അമ്മാവനാണ്.
നമുക്ക് അദ്ദേഹത്തോട് ഡൈനോസറുകളെ കുറിച്ച് കുറച്ച് ചോദിക്കാം. നമ്മുടെ ഫാമിൽ ഇപ്പോൾ മൊത്തം 18 ദിനോസർ ആണുള്ളത്. എന്റെ കൊച്ചുമോൻ അഖിൽ, അവൻ ഡൈനോസർ മുട്ട പൊരിച്ചു കൊടുത്താലേ ചോറ് കഴിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഫാം ആരംഭിച്ചത്. ഞാൻ എപ്പോഴും പുട്ടും പഴവും തന്നെയാ ഇവന്മാർക്ക് തിന്നാൻ കൊടുക്കുന്നത്. അതാണ് ഇവന്മാരുടെ ഈ ശരീരത്തിന്റെ രഹസ്യം. എന്റെ കൊച്ചുമോൻ അഖിൽ, അവൻ ഡൈനോസർ മുട്ട പൊരിച്ചു കൊടുത്താലേ ചോറ് കഴിക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഫാം ആരംഭിച്ചത്. ഇപ്പോൾ ലഭിച്ച പ്രധാന വാർത്ത, തിരുവനന്തപുരം മൃഗശാലയിൽ 18 വയസ്സ് തികയാത്ത പെൺകുരങ്ങിന്റെ കുണ്ടിക്ക് പിടിച്ച യുവാവിനെ പോലീസും നാട്ടുകാരും തിരയുന്നു. എടാ രാഘവ, നോക്കടാ, ഇതാ US-ലുള്ള എന്റെ പെങ്ങളുടെ മോൻ, സ്പൈഡർ മോൻ. ആശാനെ, നമുക്കിന്ന് ഇവനെ കൂടെ കൊണ്ടുപോയാലോ മീൻ പിടിക്കാൻ? ഇവൻ അവിടെ വലിയ വലവിടലുകാരനാണെന്നാ പറയുന്നേ. നമുക്ക് നോക്കാം. നീ ബോട്ടിറക്ക്. പുഷ് പുഷ്. ഈ കിളവന്റെ കൂടെ പോയാൽ എന്റെ നടു ഒടിയും തോന്നുന്നു. എന്തായാലും കുറച്ച് മീൻ പിടിച്ചിട്ട് വരാം. സ്പൈഡർ മോൻ, അവിടെ മീൻ പിടിക്കാനൊക്കെ പോവാറുണ്ടോ? ഏയ് ഇല്ല അങ്ങളെ, ഞാൻ അവിടെ ട്രെയിനും ബസ്സും ഒക്കെയാ വലയിട്ട് പിടിക്കാറ്. എടാ സ്പൈഡർ മോനെ, നീ ഇത് കണ്ടോ? ഈ വല ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ ഏറ്. Okay, you see, like this, you hold it, then swing and throw. കണ്ടോ? അമ്മാവാ, ഒന്ന് മാറിന്നേ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ മയിലേ? ഇങ്ങനെ വേണം മീൻ പിടിക്കാൻ. എന്താ മോനെ ഇത്? മീൻ പിടിക്കാൻ വന്നതാണോ അതോ വല വീശാൻ വന്നതാണോ? ഞാൻ രണ്ടിനും റെഡി. മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ ട്രെയിനിന്റെ മുകളിൽ കയറാൻ പറ്റുമോ? മുത്തശ്ശിക്ക് പറ്റും. അയ്യോ, ഞാൻ വീഴുന്നേ. സുഹൃത്തുക്കളെ, എനിക്ക് BSNL ജോലി കിട്ടി. ഈ ടവറിന് മുകളിലിരുന്ന് ആന്റിനെ കൊത്താൻ വരുന്ന കാക്കയെ ഓടിക്കാന്നാണ് പണി. ഇടയ്ക്ക് അപ്പുറത്തൊക്കെയുള്ള ടവറിനെ നോക്കി കൊഞ്ഞനവും കുത്തണം. ഇനി കുറച്ചു നാൾ കേരളത്തിലാകാം ബിസിനസ് എന്ന് കരുതിയേ. പക്ഷെ ഒരു രക്ഷയുമില്ല. അവിടെ കല്ലിയങ്ങാട്ട് നീലി, മറുത, ചക്കൂള, നൊടിയൻ, അങ്ങനെ തുടങ്ങി കനത്ത കോമ്പറ്റീഷൻ. ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ വഴിയിൽ നിന്ന് കിട്ടിയ വവ്വാലാണ്. ഇന്ന് തന്നെ സൂപ്പ് വെച്ച് കുടിക്കണം. ഒരു വവ്വാലിനെ തിന്നു വെച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. കാണുമ്പോ പൊങ്ങും, പോകുമ്പോ താഴും. എന്താ ഉത്തരം? നിന്റെ ചെന്റെ അണ്ടി. ഇക്ക, മോന് പൊറോട്ട ഇറച്ചിയും വാങ്ങിത്തരാം. അയ്യേ പോടോ കുണ്ടാ. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പേരക്ക. നിങ്ങളുടെ നാട്ടിലെ ഇതിനെന്ത് പറയും? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറിക്ക എന്നാ പറയുന്നേ. ഒന്ന് പോയടി മൈരേ. ഞാൻ എന്റെ ജോലി കണ്ടെത്തി. ഇവിടെ 50-50 ബിസ്ക്കറ്റിന് ഹോൾ ഇടുന്ന ജോലിക്ക് വേക്കൻസി ഉണ്ട്. ജോലിയില്ലാത്ത നിങ്ങളുടെ ചങ്കിനെ മെൻഷൻ ചെയ്. അങ്ങനെ എല്ലാ കടങ്ങളും ബാക്കി വെച്ച് ഞങ്ങൾ സുഹൃത്തുക്കളെ വിട്ട് അവൻ യാത്രയായി. അവൻ അങ്ങനെ പോവില്ല. അവനെ അങ്ങനെ വിടില്ല ഞാൻ. എനിക്ക് അവനെ കാണണം. അയ്യോ, അപ്പു, നമ്മുടെ അപ്പു. അവൻ വന്നു. ഇത് അപ്പു രാമചന്ദ്രനാണോ? അതെ, ഞാൻ അപ്പുവാണ്. എടാ, കഴിഞ്ഞ ആഴ്ച കടം മേടിച്ച് തിരിച്ചതാടാ. കൊല്ലംകാരനാടാ, താഴത്തില്ലടാ. റോക്കി ഭായിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അവൻ വലിയ ബൺ തീറ്റക്കാരനായിരുന്നു. ദിവസവും 1000 ഷൂസ് പോളിഷ് ചെയ്യുകയും ദിവസം 100-ലധികം ബൺ കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഒരുപാട് ബണ്ണ് തിന്നിട്ട് അവനിപ്പോ ഷുഗറും ഹാർട്ട് പ്രോബ്ലം ഒക്കെ ആയി ബെഡിലാണ്. പ്രിയപ്പെട്ട അച്ഛാ, ഞാൻ കഴിഞ്ഞ ആഴ്ച മരിച്ച വിവരം അറിയിക്കുന്നു. ഇനി മുതൽ മാസാമാസമുള്ള 40 രൂപ 50 പൈസ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളുടെ മകൻ കിരൺ ഫ്യൂരി. ഫ്യൂരിസം വാഴട്ടെ. നിങ്ങൾക്ക് വയറ് കുറയ്ക്കണോ? വേണം പ്രഭു. ഉജാല കുടിച്ചാൽ മതി. അതെങ്ങനെ? ഉജാല കുടിച്ചാൽ പല്ല് നീലയാവും. ബ്ലൂടൂത്ത് വയർലെസ് ആണ്. കമന്റ് സെക്ഷനിൽ എന്നോട് പണിക്ക് പോകാൻ പറഞ്ഞ അലവലാദികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ ഒടിയൻ ആരാണെന്ന് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഇന്നേക്കൊരു പുടി. നമ്മുടെ ഗിവ് അവേയിലെ വിന്നർ വിഷ്ണു ആണ്. വിഷ്ണുവിന് ഒടിയൻ സിനിമയുടെ 4 hour ഡയറക്ടേഴ്സ് കട്ട് സമ്മാനമായി കിട്ടിയിരിക്കുന്നു. ഭാഗ്യവാൻ. ഇനി കമന്റ് സെക്ഷനിൽ വന്ന് ഏതവനെങ്കിലും കഞ്ഞി വേണോന്ന് ചോദിച്ചാ അമ്മച്ചിയാണേ, ഞാൻ വീട്ടിൽ വന്നടിക്കും. ഈ സമയത്ത് ഇങ്ങനെ നടക്കാൻ പേടിയാ ഗൈസ്. കൈ കിട്ടുന്നതിനെയൊക്കെ തിന്നാനായിട്ട് ഒരുത്തൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫ് പള്ളിക്കറി. Guys, it's me Akshi back with another video. ഇന്ന് നമ്മൾ ഒരു Q&A വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം. But before that, കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും a big thank you. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
അതെ, ഞാൻ സിംഗിൾ ആണ് ഗൈസ്. മിംഗിൾ ആവാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യൂ. പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് മുൻഗണന. വാമ്പയർ ആൾ അത്ര വെടിപ്പല്ല ഗൈസ്, ഒരു ഊളയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം അടുപ്പിക്കാറില്ല. പേടിപ്പിക്കാൻ ചെല്ലുമ്പോ പീഡിപ്പിക്കാൻ വരുന്ന ആളുകളാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടിപ്പം പെപ്പർ സ്പ്രേ ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങാറില്ല. ആദ്യം ഈ കാമഭ്രാന്തന്മാരെ സ്വഭാവം മാറ്റട്ടെ, എന്നിട്ട് ഞാൻ കോസ്റ്റ്യൂം മാറ്റാം. ഇത് വെളുത്തതല്ല ഊളെ, ദേഹത്ത് ചോര ഇല്ലാത്തത് കൊണ്ട് വിളറിയിരിക്കുന്നതാണ്. നീ ഇങ്ങോട്ട് വാടാ മലർവാടി മൊണ്ണേ, നിനക്ക് ചായയും വടയും ഞാൻ തരാം. താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻസ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. Hi guys, it's me Yakshi, back with another video. ഇന്ന് നമ്മളൊരു Q&A വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാം. ബട്ട് ബിഫോർ ദാറ്റ്, കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും a big thank you. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതെ, ഞാൻ സിംഗിൾ ആണ് ഗൈസ്. മിംഗിൾ ആവാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യൂ. പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് മുൻഗണന.